1595 റേഞ്ചിൽ ജോർജറ്റിൽ നമുക്ക് നല്ല എംബോസ് വർക്കും ഹാൻഡ് വർക്കും ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റാണ് കാണുന്നത്. നല്ല ഭംഗിയായിട്ടാട്ടോ ഈ ഒരു സെറ്റ്സ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഡാർക്ക് ഒരു ഡാർക്ക് വൈൻ കളറാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ്. എന്നിട്ട് അതിൽ ഹാൻഡ് വർക്കും നല്ല എംബോസ് ചെയ്തിട്ടുള്ള വർക്കുമാണ് വന്നേക്കുന്നത്. പിന്നെ വരുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ്. ലാസ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നാലിൻ്റെയും കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവെക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്ന ഈ ഒരു ഡാർക്ക് വൈൻ ടോണിലേക്കാണ് വന്നേക്കുന്നത്. എല്ലാം വിത്ത് ലൈനിങ് ആയിട്ടാട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് എല്ലാം വരുന്നത്. യോക്ക് പോർഷനിലേക്ക് നമുക്ക് ആ ഒരു ഫ്ലവർ ഡിസൈൻ എംബോസ് ചെയ്ത ഡിസൈൻ വന്നിട്ട് അതിൻ്റെ മുകളിലൂടെ എല്ലാം ലൈറ്റ് വൈൻ ടോണിലുള്ള കട്ട് ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. സൈഡിൽ നമുക്കൊരു സിക്സാക് ഡിസൈനിൽ കട്ട് ബീഡ്സ് വെച്ച് ബോർഡർ വരുന്നുണ്ട്. ബോട്ടവും ലൈനിങ്ങും സറ്റൻ സിൽക്കിലാണ് വരുന്നത്. ദുപ്പട്ട ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ ജോർജറ്റിൽ എംബോസ് വർക്ക് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവർ ഡിസൈനാണ് വന്നേക്കുന്നത്. നല്ല രസമായിട്ട് ഈ ഒരു സെറ്റ് കാണാൻ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ്. സെയിം പാറ്റേൺ തന്നെ ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല ജോർജറ്റ് ഫാബ്രിക് ബോട്ടിൽ ഗ്രീൻ കളറിൽ 1595 റേഞ്ചാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പം ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് പാറ്റേൺ വന്നേക്കുന്നത്. ഇതിൽ ആ ഒരു ലാവൻഡറും ബേജും ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് വരും. ബോട്ടവും ലൈനിങ്ങും സാറ്റൻ സിൽക്കിലാണ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ നമുക്ക് നേവി ബ്ലൂ ടോണിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്.